ഒരാ ഒരാളെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ഒരാളെ പോലീസും എന്താണ് അതിനെപ്പറ്റി പറയാനുള്ള കാര്യം? രാജേഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാജേഷ് ഒരാളുടെ അല്ല ജീവൻ രക്ഷിച്ചിട്ടുള്ളത്. രാജേഷ് 2012 മുതൽ പിന്നെ ഏത് ദുരന്ത മുഖത്തും രാജേഷ് ഉണ്ടാവും. അവൻ രക്ഷിച്ചത് പബ്ലിസിറ്റി ആവാറില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അർജുൻ മരണപ്പെട്ട അവിടെ ആയാലും ചൂരൽമലയിലായാലും, അതായത് വയനാട്, പിന്നെ 2018 പ്രളയത്തിലായാലും, അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പിന്നെ ദുരന്തമുഖങ്ങൾ അവൻ തരണം ചെയ്തിട്ടുണ്ട്. അവനാൽ കഴിയുന്ന പ്രവൃത്തി അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും പ്രളയം പോലുള്ള സംവിധാനം വന്നാൽ അവിടെ ആഹാരം എത്തിക്കുക വരെ വേറെ ഒന്നും നടന്നില്ല, അതെങ്കിലും ചെയ്യും. അത് അവൻ്റെ ഒരു രീതിയാണ്. അത് അവൻ മാത്രമല്ല, അവൻ്റെ കൂടെ 10-20ഓളം പിള്ളേരുണ്ട്. ഇവരെല്ലാവരും കൂടെ ടീമായിട്ടാണ് ചെയ്യുന്നത്. എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളി പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഹയാക്കിംഗ്, നീന്തൽ പരിശീലനം ഇതൊക്കെ ഒരു തൊഴിലാക്കി മാറ്റി അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ ഒരു ടൂറിസം സംവിധാനത്തിലേക്ക് പുള്ളി നീങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പിന്നെ സ്ഥലത്തിൻ്റെ പേര് ചെറുപുഴ ചെറുപുഴയിൽ ആ ചെക്ക് ഡാമിനടുത്തായിട്ട് പുള്ളി ഒരു പിന്നെ ഹയാക്കിംഗ് സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ മഴ പെയ്യുന്നതും ഉരുൾപൊട്ടുന്നതും. ആ ഉരുൾപൊട്ടുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ വെള്ളം കയറുകയും അവിടെയുള്ള ആൾക്കാരെ സഹായം അഭ്യർത്ഥിക്കുകയും അവരെ ആദ്യത്തെ സ്റ്റെപ്പ് സംരക്ഷിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഒരാൾ വെള്ളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ റോപ്പ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളുമായി പോയി 2 സൈഡും റോപ്പ് കെട്ടി അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒറ്റ ജാക്കറ്റ് ഉണ്ടായിരുന്നു, പുള്ളി ഇട്ടിരുന്ന സാധനമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ മറ്റേ ആളിനെ അണിയിച്ച് അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് കരയ്ക്ക് എത്തിച്ചു. ആ സമയത്ത് പെട്ടെന്ന് വീണ്ടും ഉരുൾപൊട്ടുകയും വെള്ളം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ഈ ക്രോസ് ആയിട്ട് കെട്ടിയിരുന്ന കയറിനേക്കാൾ 2-3 ആൾ പൊക്കത്തിൽ വെള്ളം പൊങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും പിന്നെ കയറിൽ പിടിക്കാൻ പറ്റാതായി പുള്ളി വെള്ളത്തിലേക്ക് പോവുകയും, അതായത് നീന്തിപ്പോകുന്ന രീതിയിലാണ് പോയതെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും പുള്ളി പ്രകൃതിക്ക് കീഴടങ്ങി. കൂടുതൽ ആൾക്കാരത് കണ്ടിരുന്നുണ്ട്. ആൾക്കാരുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അദ്ദേഹം നല്ലൊരു നീന്തൽ വിദഗ്ധനാണ്, നല്ലൊരു ട്രെയിനറാണ്. അദ്ദേഹം പഠിപ്പിച്ച പിള്ളേരാണ് കൂടെ ഉണ്ടായിരുന്നത്. അവർ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനേക്കാൾ വലിയ വെള്ളവും ഇതിനേക്കാൾ വലിയ പിന്നെ നദിയും പുഴയും ഒക്കെ കണ്ട ഒരു വ്യക്തിയാണ് രാജേഷ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നീങ്ങിയതാവാം എന്ന് വിചാരിച്ചു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ഇല്ലാതായപ്പോഴാണ് അന്വേഷണം തുടങ്ങിയത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ചെറുപുഴ പഞ്ചായത്തായാലും പിന്നെ ബ്ലോക്ക് ആയാലും അവിടെയുള്ള MLA മാരായാലും ആദ്യത്തെ 2 ദിവസം അവർ ചിലപ്പോൾ അറിയാത്തത് കൊണ്ടാവാം ആദ്യത്തെ 2 ദിവസം ഒരല്പം മന്ദഗതിയിലായിരുന്നുവെങ്കിലും, പ്രത്യേകിച്ച് പോലീസിനെ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറിയത്. പിന്നെ അവർ 100% നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ എല്ലാ കാര്യങ്ങളും അവരുടെ നേതൃത്വത്തിലാണ്. അതായത് ആദ്യം ഒരു കോർഡിനേഷൻ ഇല്ലായിരുന്നു. പിന്നെ ആ കോർഡിനേഷൻ വന്നതോടുകൂടി പിന്നെ ഈ നമ്മുടെ ഈ തിരച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നന്നാവുകയും 4-ാമത്തെ ദിവസം അല്ലേ, 4-ാമത്തെ ദിവസം 12 മണിയോടുകൂടെ അദ്ദേഹത്തെ കിട്ടുകയും ചെയ്തു. നമുക്ക് ജീവനോടെ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ട്. മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ ഒരു അനുസ്മരണ രീതിയിൽ അറിയിച്ചിട്ടുണ്ട്, PM അണിയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? അത് തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നദിയിലെടുത്ത് ചാടിയതല്ല. അദ്ദേഹം ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ പണയപ്പെടുത്തി ഒരാളിനെ രക്ഷപ്പെടുത്തി, ഒരാളിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി, അതിനു മുമ്പ് പലരെയും ആ സ്ഥലത്ത് നിന്നും മാറ്റി. അതേപോലെ അത് സ്വാഭാവികമായിട്ടും ഒരു നല്ല മനസ്സുള്ള ആർക്കും പിന്നെ അത് ഫീൽ ചെയ്യും. അത് മമ്മൂട്ടി എന്നല്ല, പിന്നെ മനുഷ്യത്വമുള്ള ആരും. അതെ, അദ്ദേഹത്തിൻ്റെ ജീവൻ ത്യജിച്ചിട്ട് മറ്റൊരാളിന് ജീവൻ നൽകിയതാണ്. അത് അദ്ദേഹത്തെ അഭിനന്ദിക്കാത്ത ഒരാൾ ഭൂമുഖത്തുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.